വെൽക്കം ടു ഓൾ. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, IFRSൻ്റെ കൺവേർജൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് IFRS അഡോപ്ഷൻ എന്നാണ്. ആക്ച്വലി IFRS അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് IFRSലെ സ്റ്റാൻഡേർഡും ആയിട്ട് ഒരു ഹാർമോണി അച്ചീവ് ചെയ്യാന്നാണ് അർത്ഥം. സോ എന്താണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിൽ കൺവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അതിനനുസരിച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുക. IFRSൻ്റെ സെയിം ലൈനിലേക്ക് തന്നെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ നമ്മൾ മാറ്റുക, നമ്മൾ അഡോപ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഈ കൺവേർജൻസ് എന്നതുകൊണ്ട് അച്ചീവ് ചെയ്യുന്നത്. അതായത് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് അച്ചീവ് ഹാർമോണി വിത്ത് IFRS. അതായത് IFRSൽ ഒരു കാര്യം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ വേറൊരു കാര്യമാണെങ്കിൽ എന്താണ്, അത് തമ്മിലൊരു ഹാർമോണി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സോ രണ്ടും തമ്മിലൊരു ഹാർമോണി അച്ചീവ് ചെയ്യാന്നാണ് ഈ IFRS കൺവേർജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IFRSുമായിട്ട് ലയിച്ചത്, അല്ലെങ്കിൽ IFRSലെ എന്താണ് റെക്കമെൻഡേഷൻസ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്ത ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ IND AS എന്ന് പറയുന്നത്. ഏകദേശം 35 ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ IFRSുമായിട്ട് കൺവേർജ് ആയിട്ടുണ്ട്. അത് നമ്മൾ 2011 ഫെബ്രുവരി 25 മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നതാണിത് നീഡ് ഫോർ IFRS ഡെവലപ്മെൻറ്റ്. എന്തുകൊണ്ടാണ് IFRS ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ആവശ്യകത ഉണ്ടായെന്നാണ്. സോ അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തിനാണ്? ഗ്ലോബലൈസേഷൻ വന്ന കാരണം. ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എന്താണ്, കൺട്രികളിൽ ബിസിനസ്സുകൾ മറ്റു കൺട്രികളിലേക്കും വ്യാപിച്ചു. സോ ഒരു കോമൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ എന്താണ്, രണ്ട് കൺട്രീസിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്താണ് നമുക്ക് സ്റ്റാൻഡേർഡൊക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിൽ IFRS ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാരണമാണ്. അതുപോലെ തന്നെയാണ് MNCs, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. നമുക്കറിയാം മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഹോം കൺട്രി ഒന്നും അവർ ഓൾ ഓവർ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് കൺട്രീസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഒരു കോമൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ട് അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അക്കൗണ്ടിങ് പ്രൊഫഷൻ, അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IFRSുമായിട്ട് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രൊഫഷൻ്റെ ഒരു ഇൻ്റർനാഷണലൈസേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ കൺവേർജ് ചെയ്യുമ്പോൾ ആ പ്രൊഫഷൻ്റെ ക്വാളിറ്റിയും അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളൊക്കെ നമുക്ക് കൂടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗവൺമെൻറ് റവന്യൂസ് ആൻഡ് അതോറിറ്റി, നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതുപോലെ ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഒക്കെ കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഗവൺമെൻറ്റിന് കുറച്ചും കൂടി കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ ഓൾറെഡി ആ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ കുറേ നീഡ് പഠിച്ച കാരണമാണ് മിസ് വേഗം പറയണത്. പിന്നെ വരുന്നതാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. നമുക്കറിയാം എന്തൊക്കെയാണ് IFRS അഡോപ്റ്റ് ചെയ്തത് കൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ്. ഒന്നാമത്തത് എന്താണ്, എക്കണോമീനെ സംബന്ധിച്ചിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യും. അതായത് IFRSൻ്റെ നോംസ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഓൾ ഓവർ വേൾഡിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെന്ത് ചെയ്യും, ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ഫെസിലിറ്റേറ്റ് ചെയ്യും. അതായത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് ക്യാപിറ്റൽ റൈസ് ചെയ്യാനും അവിടെ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അത് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉള്ള കൺട്രീസിൽ നിന്ന് ക്യാപിറ്റൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യാനും കൂടുതൽ ഫോറിൻ ക്യാപിറ്റൽ അട്രാക്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സോ IFRS അഡോപ്റ്റ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ വരുന്നതാണ് ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ
കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആണ് ഓൾ ഓവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് ആ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് കൂടുതൽ റിലയബിൾ ആയിരിക്കും, അതുപോലെ തന്നെ കമ്പയറബിൾ ആയിരിക്കും, അതുപോലെ തന്നെ പെട്ടെന്ന് ഇൻവെസ്റ്റേഴ്സിന് മനസ്സിലാക്കാനും പറ്റും. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുമ്പോൾ അത് കൺഫ്യൂഷൻസ് ജനറേറ്റ് ചെയ്യും. സോ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കാൻ ഒരു കോമൺ അക്കൗണ്ടിങ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്ത ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പോസിബിളാണ്. പിന്നെ വരുന്നതാണ് ബെനിഫിറ്റ് ടു ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ കുറേ ഉണ്ട്. ക്യാപിറ്റൽ ലോ കോസ്റ്റിൽ റൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും കോമൺ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഫോറിൻ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേറെ പ്രൊഫഷണലിനെ എംപ്ലോയ് ചെയ്തിട്ട് ആ രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ഉണ്ടാവും. ഒരൊറ്റ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്താൽ മതി. സോ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നത് കാരണം കുറച്ചും കൂടിയും ഇൻവെസ്റ്റേഴ്സിന് ഇൻഫോർമേഷൻസ് അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, റിലയബിൾ ആയിരിക്കും. സോ നമുക്ക് ആ റിസ്ക് പ്രീമിയം കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെ കമ്പയറബിലിറ്റിക്ക് കൂടുതൽ സാധ്യത അവിടെ പോസിബിൾ ആക്കും ആസ് വി ആർ പ്രിപ്പയർ യൂസിങ് കോമൺ സ്റ്റാൻഡേർഡ്. പിന്നെ വരുന്നതാണ് ബെനിഫിറ്റ് ടു അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രൊഫഷണൽസിനുള്ള ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു നമ്മളൊരു കോമൺ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്കൗണ്ടിങ് പ്രൊഫഷണലിന് ഇൻ്റർനാഷണലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ നമുക്ക് പോസിബിൾ ആവും. സോ വി ക്യാൻ പ്രൊവൈഡ് സർവീസസ് ടു ക്ലയൻറ്റ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡ് ബിക്കോസ് ഓൾ ആർ ഫോളോയിങ് സെയിം സ്റ്റാൻഡേർഡ്സ്. ദെൻ വരുന്നതാണ് ബെനിഫിറ്റ്സ് ടു ടാക്സ് അതോറിറ്റീസ് ആൻഡ് റിസർച്ചേഴ്സ്. അതെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനും ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. IFRS ഫോളോ ചെയ്താൽ എല്ലാവർക്കും റിപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. സോ നമുക്കത് ബെറ്റർ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും, പ്രിപ്പയറബിൾ ആയിരിക്കും. അപ്പം അതാണ്. ദെൻ വരുന്നതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. നമുക്ക് രണ്ട് ഓപ്ഷൻസാണ് നമ്മുടെ ഒരു ഇന്ത്യയുടെ മുമ്പിൽ. ഒന്നില്ലെങ്കിൽ നമുക്ക് IFRS അതുപോലെ അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൺട്രിയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ IFRSൻ്റെ രീതിയിലേക്ക് മോഡിഫൈ ചെയ്യാം. അതായത് IFRS നമ്മുടെ റൂൾസിനും ലോസിനും എൻവിറോൺമെൻറ്റിനും ഒക്കെ ചേരുന്ന രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇന്ത്യ IFRS അപ്പാടെ അഡോപ്റ്റ് ചെയ്യല്ല ചെയ്തത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും IFRS തമ്മിലൊരു ഹാർമോണി അച്ചീവ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് IFRSൽ പറയുന്ന സ്റ്റാൻഡേർഡുകളൊക്കെ ഇന്ത്യൻ റൂൾസിനും ലോസിനും ചേരുന്ന രീതിയിൽ മോഡിഫൈ ചെയ്യുകയാണ് ഇന്ത്യ ചെയ്തത്. അതുകൊണ്ടാണ് കൺവേർജൻസ് ടു IFRS എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ AS എന്ന് പറയുന്നത് ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് IFRS ആണ്. നമ്മൾ ഇന്ത്യക്കാർ അങ്ങനെയാണല്ലോ, അപ്പാടെ അഡോപ്റ്റ് ചെയ്യില്ല, അത് നമ്മുടെ ഇന്ത്യൻ വേർഷൻ ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. അതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അഡോപ്ഷനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ്, നമ്മൾ ഓൾറെഡി IFRS സെറ്റിംഗ് പ്രോസസ്സ് പറഞ്ഞതാണ്. ഇന്ത്യയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ്, അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇന്ത്യയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏരിയ ഡിറ്റർമൈൻ ചെയ്യും. അതായത് ഏത് ഏരിയയിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഏത് ഏരിയയ്ക്കാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഫസ്റ്റ് വി വിൽ ഡിറ്റർമൈൻ ദ ഏരിയ ഇൻ വിച്ച് വി നീഡ് ടു ഡെവലപ്പ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റഡി ഗ്രൂപ്പാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഒരു ഗ്രൂപ്പിനെ
കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും ആ സ്പെസിഫിക് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏരിയനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ദെൻ എന്താണ്, തേർഡ് സ്റ്റെപ്പാണ് ഡയലോഗ് വിത്ത് വാരിയസ് റെപ്രസെൻറ്റേറ്റീവ്. അതായത് അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യും. വാരിയസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ, ഇൻഡസ്ട്രിയുടെ ഒക്കെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് അവർ ആ സ്പെസിഫിക് ഏരിയ സ്റ്റഡി ചെയ്ത കാര്യങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ദ എക്സ്പോസർ ഡ്രാഫ്റ്റ്. ഈ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ വർക്കിൻ്റെ ബേസിലും അവർ തമ്മിലുള്ള ഡിസ്കഷൻ്റെ ബേസിലും എന്ത് ചെയ്യും, ഒരു എക്സ്പോസർ ഡ്രാഫ്റ്റ്, അതായത് ഒരു പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് അവർ പ്രിപ്പയർ ചെയ്യും. ദെൻ ആണ് എന്ത്, ഇഷ്വൻസ് ഫോർ സർക്കുലേഷൻ. ഈ എക്സ്പോസർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, മെമ്പേഴ്സിൻ്റെ സജഷൻസിനും കമൻറ്റിനും അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ സജഷൻസിനും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്യും. ദെൻ കൺസിഡറേഷൻ ഓഫ് വ്യൂസ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദ സ്റ്റാൻഡേർഡ്. അങ്ങനെ നമ്മുടെ പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സജഷൻസ് ഉണ്ടാവും, അതുപോലെ ഒരുപാട് കമൻസുകളൊക്കെ നമ്മൾ റിസീവ് ചെയ്യും. ആ കമൻസും സജഷൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രപ്പോസൽ ഫൈനലൈസ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും, കൗൺസിൽ ഓഫ് ദി ICAIക്ക് അത് സബ്മിറ്റ് ചെയ്യുക. ദെൻ ആണിത് മോഡിഫിക്കേഷൻ ഓഫ് പ്രപ്പോസ്ഡ് സ്റ്റാൻഡേർഡ്. അതായത് ആ ഫൈനൽ ഡ്രാഫ്റ്റ് ICAI കൺസിഡർ ചെയ്യും. എന്നിട്ട് അത് നെസസറി ആണ്, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഇനിയും വരുത്തണതുണ്ടെങ്കിൽ എന്താണ്, ICAI ആ മോഡിഫിക്കേഷൻസ് ASB ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വരുത്തും. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം മോഡിഫിക്കേഷൻസ് ഒക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യും, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡായിട്ടത് ഇഷ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് എൻറ്റിറ്റീസ്, അക്കൗണ്ടിങ് ഇന്ത് AS അഡോപ്റ്റ് ചെയ്യുന്ന എൻറ്റിറ്റീസിൻ്റെ കുറച്ച് ലിസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ കമ്പനീസും ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനീസും ഇത് അനുസരിച്ച് വേണം പ്രിപ്പയർ ചെയ്യാൻ. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ നെറ്റ് വർത്ത് 250 crores കൂടുതലാണെങ്കിൽ അവർ ഇന്ത് AS അഡോപ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ 2 Aയിലും Bയിലും പെടുന്ന കമ്പനികളുടെ പാരൻറ്റ്, സബ്സിഡറി, അസോസിയേറ്റ്സ് ഒക്കെ ഇന്ത് AS അഡോപ്റ്റ് ചെയ്യണം. അതുപോലെ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതുപോലെ ജോയിൻറ്റ് വെഞ്ചർ കമ്പനീസ്, NBFCs 500 കോടിക്ക് മുകളിൽ നെറ്റ് വർത്തുള്ള NBFCs ഇന്ത് AS ഡെവലപ്പ്. ഇന്ത് AS എന്ന് പറഞ്ഞാൽ അറിയാലോ, IFRSുമായിട്ട് അല്ലെങ്കിൽ IFRS അഡോപ്റ്റ് ചെയ്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെയാണ് ഇന്ത് AS എന്ന് പറയുന്നത്. അതായത് IFRSനെ നമ്മൾ ഇന്ത്യൻ വേർഷനായിട്ട് കൺവേർട്ട് ചെയ്തു, അതിനെയാണ് നമ്മൾ ഇന്ത് AS എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക, ഒന്ന് പഠിക്കുക. പിന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ്, ഒരു 1968 ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ഉണ്ടായി. അതിനെ തുടർന്നിട്ടാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് 1973 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് സെക്ടർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. US ബേസ്ഡ് ആണ്. ഇത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പബ്ലിക് കമ്പനിക്കും പ്രൈവറ്റ് കമ്പനിയും ഫോളോ ചെയ്യേണ്ട ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ USA സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഇതിനെ റെക്കഗ്നേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രാഷുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. അതിന് ഫസ്റ്റ് ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ, അതായത് പബ്ലിക് ഇൻട്രസ്റ്റിന് യോജിച്ച തരത്തിലുള്ള ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ്, ഗ്യാപ്പ് എന്ന് കേട്ടിട്ടില്ലേ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫങ്ഷൻ. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സിഡയറീസിൻ്റെ കൺസോളിഡേഷനിലും അതുപോലെ തന്നെ
അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ റിസർച്ച് നടത്തി, ആ പ്രശ്നങ്ങളൊക്കെ റിസർച്ച് നടത്തി എന്തൊക്കെ ഇഷ്യൂസ് വരാം, അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യങ്ങളിലൊക്കെ റിസർച്ച് ഫൈൻഡിങ്സ് നടത്തുക എന്നുള്ളത് അതിൻ്റെ ഒരു ഉദ്ദേശം ആണ്. എന്നാൽ റിസർച്ചൊക്കെ നടത്തിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ റിസർച്ച് പ്രൊജക്റ്റുകൾ പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്കഷൻ മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുക, അതുപോലെ പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിക്കുക, ഡ്രാഫ്റ്റുകൾ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫങ്ഷൻസ് ആണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രൊപ്പഗേറ്റ് പ്രൊണൗൺസ്മെൻറ്റ് ഓഫ് വാരിയസ് ഗവൺമെൻറ് ഏജൻസീസ്, പെർട്ടിക്കുലർലി നമ്മുടെ SEC അങ്ങനെയുള്ള പ്രൊഫഷണൽ ബോഡികൾക്ക് എന്ത് ചെയ്യുക, പ്രൊണൗൺസ്മെൻറ്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുക വാരിയസ് ഗവൺമെൻറ് ഏജൻസിയുടെ. അപ്പോൾ ഒരു മൊത്തത്തിൽ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനികൾക്കും ഉണ്ടാകുന്ന ഫെയിലിയേഴ്സ് ഒഴിവാക്കാൻ വേണ്ടി, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്യാന്നാണ് FASBയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ റോളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ കുറച്ച് തിയറി ഭാഗമാണ്, അപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്